നമ്മുടെ 1961 ആക്ട് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1961 64 വർഷങ്ങൾക്ക് മുമ്പ് എനാക്ട് ചെയ്തിട്ടുള്ളൊരു നിയമമായിരുന്നു. അതെ, മ്യൂസിയത്തിൽ കൊണ്ടുപോയിക്കേണ്ട ഒരു അപ്പോൾ അതിന് ശേഷം എന്താ സംഭവിച്ചു? ഇൻകം ടാക്സ് ആക്ട് അറിയാലോ, അതായത് ഓരോ വർഷം ഫിനാൻസ് ആക്ട് വരും, ഇതിങ്ങനെ അമെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ 1961 ഈ നിയമം ഇറക്കണ സമയത്തുണ്ടല്ലോ, ഇറക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഉള്ള നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജിയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റോ ഇതിനെപ്പോലും ചിന്തിച്ചിട്ട് പോലും ഇല്ല. ഇപ്പം GST ഒക്കെ വന്ന സമയത്ത് കുറേ ആൾക്കാർ ഇങ്ങനെ ഇത് പിന്നെ പഠിക്കാം എന്ന് പറഞ്ഞിരുന്ന ആൾക്കാർ പതുക്കെ ഫീൽഡ് ഔട്ട് ആയി പോയി. പുതിയ പിള്ളേർ കയറി വന്നു. ഇൻകം ടാക്സ് ആക്ട് 2025 വരുമ്പോൾ നമ്മളതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്കോപ്പാണിത്. വെൽക്കം ടു മിസ്റ്റർ ഫോക്സ് ചാനൽ. നമുക്കറിയാം 1961 ഇൻകം ടാക്സ് ആക്ട് മാറിയിട്ട് 2025 ഇൻകം ടാക്സ് ആക്ട് ഇൻട്രൊഡ്യൂസ് ആയി കഴിഞ്ഞു. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ ഇന്ന് നമ്മളുടെ കൂടെ CA സുബിൻ VR ഉണ്ട്. നമുക്ക് ചോദിക്കാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെയാണ് ഈ ആക്ടിൽ വരുന്ന ചേഞ്ചസ്, എങ്ങനെയാണ് നമ്മളതിൽ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന്. സർ. താങ്ക് യു ശരത്. അപ്പോൾ എന്തൊക്കെയാണ് 2025 ആക്ട്, ഇൻകം ടാക്സ് ആക്ട് 2025 മേജറായിട്ട് വരുന്ന ഒരു ചേഞ്ച്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചേഞ്ചിലേക്ക് ഗവൺമെൻറ് വന്നിട്ടുള്ളത്? ഇതിനെപ്പറ്റി ഒന്ന് ഒരു ഇൻട്രോ ആയിട്ടൊന്ന് പറയാമോ? ശരത് നേരത്തെ ചോദിച്ച പോലെ, അതായത് നമുക്കൊരു ഇപ്പോൾ 2025 ആക്ട് വരികയാണ്. 1 ഏപ്രിൽ 2026 തൊട്ടിട്ടാണ് വരുന്നത്. പക്ഷെ നമ്മൾ നേരത്തെ ശരത്ത് പറഞ്ഞ പോലെ തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ചേഞ്ച് വരുന്നത് എന്നുള്ളത്, കാരണം ഓൾറെഡി ഇവിടെ ഒരു 1961 ആക്ട് ഉണ്ട്, പിന്നെ എന്തിനാണ് അത് ചേഞ്ച് ചെയ്യണത് എന്നുള്ളത്. അപ്പോൾ അത് നോക്കുമ്പോൾ ഇവിടെ നമ്മുടെ 1961 ആക്ട് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1961 64 വർഷങ്ങൾക്ക് മുമ്പ് എനാക്ട് ചെയ്തിട്ടുള്ളൊരു നിയമമായിരുന്നു. അതെ, മ്യൂസിയത്തിൽ കൊണ്ടുപോയിക്കേണ്ട ഒരു അപ്പോൾ അതിന് ശേഷം എന്താ സംഭവിച്ചു? ഇൻകം ടാക്സ് ആക്ട് അറിയാലോ, അതായത് ഓരോ വർഷം ഫിനാൻസ് ആക്ട് വരും, ഇതിങ്ങനെ അമെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഏകദേശം ഒരു മോർ ദാൻ 64 ടൈംസാണ് ഇൻകം ടാക്സ് ആക്ട് ഇങ്ങനെ അമെൻഡ് ചെയ്ത് ഇങ്ങനെ ബൾക്കായി കൊണ്ടിരിക്കുന്നത്. കോംപ്ലക്സിറ്റി കൂടിക്കൊണ്ടിരിക്കും. അതായത് കോംപ്ലക്സിറ്റി, അതായത് ഇങ്ങനെ നമ്മളിങ്ങനെ ഏച്ച് കെട്ടുക എന്ന് പറയില്ലേ, ഏച്ച് കെട്ടി അതിൻ്റെ ഒരു തനതായിട്ടുള്ളൊരു സ്വഭാവം ഭയങ്കര കോംപ്ലക്സ് ആയിപ്പോയി. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ 1961 ഈ നിയമം ഇറക്കണ സമയത്തുണ്ടല്ലോ, ഇറക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഉള്ള നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജിയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റോ ഇതിനെപ്പോലും ചിന്തിച്ചിട്ട് പോലും ഇല്ല ആളുകൾ. പേപ്പർ റിട്ടേൺസ് ആണ് ഫയൽ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് കംപ്ലീറ്റ്ലി ആ ഒരു മാനുവൽ പ്രോസസ്സ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എന്തിൻ്റെ ആയാലും, ഇപ്പോൾ GST ആയാലും ഇൻകം ടാക്സ് ആയാലും ഒക്കെ കംപ്ലീറ്റ്ലി ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടിയാണ്, പ്രോസസ്സിൽ കൂടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിൽ ഇപ്പോൾ 1961 ബേസിൽ എന്തുണ്ടായിരുന്നില്ല, ഇങ്ങനെയൊന്നും ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ കംപ്ലീറ്റ്ലി, ശരിക്കും പറയാൻ വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിജിറ്റലൈസേഷൻ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ ടെക്നോളജീനും കൂടി എന്ത് ചെയ്യണം, അഡോപ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ഇൻറ്റൻഷനിലൂടെയാണ് എന്ത് വന്നിരിക്കുന്നത്, നമ്മളുടെ ഈ 2025 ആക്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനെല്ലാം ഉൾക്കൊള്ളുന്ന രീതിയിൽ ബേസ് തന്നെ ചേഞ്ച് ചെയ്യണം. അതെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മുമ്പുണ്ടായിരുന്നു ചില കാര്യങ്ങൾ, ഇപ്പോൾ ഫേസ്ലെസ് അസസ്മെന്റ് ഉണ്ടായിരുന്നു, സെക്ഷൻ 144B റീസെന്റ് വന്ന കാര്യങ്ങളാണ് അതൊക്കെ. പക്ഷേ ഒരു സെക്ഷൻ്റെ ഒരു ആൽഫബറ്റൊക്കെ കൂട്ടിയിട്ടാണ് ഇത്രയും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമൊക്കെ പറഞ്ഞു വെച്ചത് അവിടെ. അല്ലാതെ ഒരു കോർ കൺസെപ്റ്റിൽ ഇതൊന്നും ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പല ഇൻകം ടാക്സ് സെക്ഷൻസ് നോക്കുമ്പോൾ അതിൻ്റെ കൂടെ A എന്ന് കാണാൻ സാധിക്കും. അമെൻഡ്മെന്റ്സ് ആണ്, A's ആണ് കൂടുതൽ. ഒരു ആക്ട് നമ്മൾക്ക് വായിച്ച് തീർക്കണം എന്നുണ്ടെങ്കിൽ, സെക്ഷൻ വായിച്ച് തീർക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ അമെൻഡ്മെൻറ്റ്സ് നോക്കണം, അതിൻ്റെ റൂൾസ്, അങ്ങനെ പല കാര്യങ്ങളും നോക്കിയാലാണ് ആ സെക്ഷൻ നമുക്ക് വായിച്ച് തീർക്കാൻ തന്നെ സാധിക്കുള്ളൂ. അപ്പോൾ അതാണ് ഇതിലൂടെ നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സെക്ഷൻ 115 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, സെക്ഷൻ 115 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തൊട്ട് അങ്ങോട്ട് നീണ്ടു പോകാൻ കിട്ടും, W ഒക്കെ കഴിയും. അപ്പോൾ അതിൽ തന്നെ 110 സെക്ഷൻ ഉണ്ടെന്ന് അർത്ഥം. ഇൻകം ടാക്സ് ആക്ട് 1961 298 സെക്ഷനാണ് ഒറിജിനലി നമ്മൾ നോക്കുമ്പോൾ. പക്ഷേ ഒരു എഫക്റ്റീവ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഏകദേശം 819 എഫക്റ്റീവ് സെക്ഷൻസ് ആണ് ഉള്ളത്. പിന്നെ അത് മാത്രമല്ല, ഏകദേശം ഒരു 1200ഓളം പ്രൊവിസോ. അപ്പം നമ്മളിപ്പോൾ ഒരു സെക്ഷൻ വായിച്ചു കഴിയുമ്പോൾ നമ്മൾ അവിടെ വെച്ച് തീരുന്നില്ല, പിന്നെ അതിനൊരു എക്സ്പ്ലനേഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രൊവിസോ, അതായത് ഇപ്പോൾ നമുക്ക് കാണിക്കും പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് എന്ന് പറഞ്ഞിട്ട് അടുത്ത ലൈൻ അങ്ങോട്ട് തുടങ്ങും. അപ്പം നമ്മളൊരു കാര്യം വായിക്കാൻ നിൽക്കുമ്പോൾ ഇത് എന്താ സംഭവം എന്ന് നമുക്ക് മനസ്സിലാവില്ല. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് ചിലപ്പോൾ ഒരു ക്രോസ് റെഫറൻസ് വേറെ സെക്ഷനിലേക്ക് ആയിരിക്കും. അപ്പോൾ ഒരു സെക്ഷൻ വായിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ താഴെ എക്സ്പ്ലനേഷൻ
എക്സ്പ്ലനേഷൻസ് ഉണ്ടായിരിക്കും, ഇത് ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ് എന്നുള്ളത്. അപ്പൊ സെക്ഷനിൽ തന്നെ ഒരു ക്ലാരിറ്റി കുറവ് കൊണ്ടാണല്ലോ ഈ എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുക്കേണ്ടി വരേണ്ടത്. കവി ഉദ്ദേശിച്ചത് ഇങ്ങനെയല്ല, കവി ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ് എന്നൊക്കെ ഉള്ള അപ്പൊ കുറച്ചൊരു കോംപ്ലിക്കേഷൻ ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ ഇൻകം ടാക്സ് ആക്ട് 1961 പറയുകയാണെങ്കിൽ 819 സെക്ഷൻസ് ആണ് എഫക്റ്റീവ്ലി ഉണ്ടായിരുന്നത്. 1200 പ്രൊവിസോസ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു 900 എക്സ്പ്ലനേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പുതിയ ആക്ട് വന്നപ്പോൾ ഈ കംപ്ലീറ്റ് കോംപ്ലക്സിറ്റി ഉണ്ടല്ലോ, അതായത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഈ കംപ്ലീറ്റ് പ്രൊവിസോസും എക്സ്പ്ലനേഷൻസും എടുത്തു കളഞ്ഞു. ഇതൊക്കെ സെക്ഷന്റെ രൂപത്തിലാക്കി. 536 സെക്ഷൻസ് ആണുള്ളത്. അപ്പോൾ 1 തൊട്ട് 536 വരെ ഇതിന്റെ ഉള്ളിൽ കൊള്ളിച്ചു നടത്താം ഈ സംഭവങ്ങൾ. പ്രൈമറിലി ഈ ആക്ട് വന്ന സമയത്ത്, അനൗൺസ് ചെയ്ത സമയത്ത് 298 സെക്ഷൻസ് 536 ആക്കിയെന്ന് ഒരു ന്യൂസാണ് നമ്മൾക്ക് കേട്ടത്. പക്ഷെ ഇതിന്റെ ഇൻസൈറ്റ് ഇപ്പൊ പറയുമ്പോഴാണ് നമുക്ക് ഇതിന്റെ പിക്ചർ കിട്ടുന്നത്. അതുകൂടാതെ ഇപ്പോൾ പഠിച്ച് തുടങ്ങുന്നവർക്ക് പുതിയ ടാക്സ് ആക്ട് പഠിക്കാനാണ് എളുപ്പം, ശരിയല്ലേ? പഴയ ടാക്സ് ആക്ട് പഠിക്കുന്നതിലും സുഖം ഇതാണ്. ഇനി ഇപ്പോഴുള്ള പ്രാക്ടീഷണേഴ്സിന്, ഇപ്പോൾ ഉള്ള പ്രൊഫഷണൽസിന് എന്ത് ചാലഞ്ചായിരിക്കും ഈ പുതിയ ആക്ട് കൊണ്ടുവരാൻ പോകുന്നത്? കാരണം GST ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് നമുക്ക് ഓർമ്മയുണ്ട്, പല പ്രാക്ടീഷണേഴ്സും ഫീൽഡ് ഔട്ട് ആയി പോയിരുന്നു. ഇത് പഠിക്കാനായിട്ട് അങ്ങനെ തയ്യാറായില്ല. പഴയ ആക്ടിൻ്റെ, വാറ്റ് ആക്ടിൻ്റെയൊക്കെ ആ ഒരു വൈബിൽ അവർ നിന്നു, ഹാങ് ഓവറിലായിരുന്നു പലരും നിന്നിരുന്നത്. അപ്പോൾ ഇത് പഠിക്കാൻ തയ്യാറായില്ല. പുതിയ പിള്ളേർ കടന്നു വന്നു. മുമ്പ് CA ഫേംസ് ഒന്നും ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ ഫയലിംഗ് അങ്ങനെ ചെയ്യാറില്ലായിരുന്നു. ഇപ്പോൾ കൂടുതലും ചെയ്യുന്നത് CA ഫേംസ് തന്നെയാണ്. അപ്പോൾ അവരത് അഡാപ്റ്റ് ചെയ്യാൻ തയ്യാറായി. പല പ്രാക്ടീഷണേഴ്സും അത് അഡാപ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല. ഇവിടെ അങ്ങനെ ഒരു ചേഞ്ച് നടക്കുമോ? ഇവിടെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ശരത്ത്, ആക്ച്വലി നമുക്കൊരു ചേഞ്ച് വരുമ്പോഴേ, ഇപ്പം ആക്ടിലാവട്ടെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സിൽ ഒരു ചേഞ്ച് വരുമ്പോൾ ആ ചേഞ്ചിനെ ആക്ച്വലി അഡോപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ചേഞ്ചിനെ അഡോപ്റ്റ് ചെയ്യുന്ന ആളുകളാണ് സർവൈവ് ചെയ്യുന്നത്. നമ്മുടെ സയൻസ്, നമ്മുടെ ഡാർവിൻ്റെ തിയറിയാണ് പരിണാമ സിദ്ധാന്തത്തിൽ പറയുന്നത്. പക്ഷെ അത് വളരെ റിയാലിറ്റി ആണല്ലോ. ഇപ്പൊ നമ്മൾ നേരത്തെ ശരത്ത് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ GST ഒക്കെ വന്ന സമയത്ത് കുറെ ആൾക്കാർ ഇങ്ങനെ ഇത് പിന്നെ പഠിക്കാം എന്ന് പറഞ്ഞിരുന്ന ആൾക്കാർ പതുക്കെ ഫീൽഡ് ഔട്ട് ആയി പോയി. പുതിയ പിള്ളേർ കയറി വന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ CA ഫേംസ് ഒന്നും ചിലപ്പോൾ ചെയ്യുന്നുണ്ടായിരുന്നില്ല, പക്ഷെ അവരൊക്കെ GST ചെയ്തു. അപ്പോൾ ഒരുപാട് പ്രാക്ടീഷണേഴ്സ് ചിലപ്പോൾ ഔട്ടായി പോയി. പക്ഷെ വേറെ ഇതൊരു പോസിറ്റീവായിട്ട് കണ്ട ആളുകളുണ്ടല്ലോ, അവർക്കിതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ അതുപോലെ തന്നെ ഇൻകം ടാക്സ് ആക്ട് 2025 വരുമ്പോൾ നമ്മളതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്കോപ്പാണിത്. അപ്പൊ നമുക്ക് ഒരു ചേഞ്ച് അവിടെ വരാണ്. നമ്മളത് നേരത്തെ പഠിക്കാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളാണ് അതിൽ ഫസ്റ്റ് എർലി മൂവർ അഡ്വാൻറ്റേജ് ആണ് കിട്ടാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് പറയാം അതില്. ഓക്കെ. പിന്നെ എന്താണ് ഇതിലെ ടെക്നോളജി ആയിട്ട് ഇന്നോവേഷൻ കൊണ്ടുവന്നിട്ട് എന്താണ് ഇൻകം ടാക്സ് ആയാലും പുതിയതായിട്ട് നമുക്ക് ഇപ്പോൾ പ്രാക്ടിക്കൽ റിട്ടേൺസ് ഫയൽ ചെയ്യുന്ന സമയത്തൊക്കെ എങ്ങനെയായിരിക്കും അതിനെ എഫക്റ്റ് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1961 ഇങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. കംപ്ലീറ്റ് റീസ്ട്രക്ചർ ചെയ്തിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു വൺ ഓഫ് ദ കോർ ഫിലോസഫി ബിഹൈൻഡ് 2025 എന്ന് പറയുന്നത് നമ്മളുടെ ഇത് തന്നെയാണ്. അതായത് ആ ഒരു ടെക്നോളജീനെ അഡോപ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്. കാരണം മൈൻഡിൽ ഇത് ഉണ്ട്. കാരണം ഇപ്പോൾ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വന്ന് എത്തി നിൽക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ ടെക്നോളജീനെ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തേക്കുന്നത്, നമ്മുടെ ആക്ട് ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അത് കാരണം തന്നെ ഇപ്പോൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഡെഫിനിഷൻസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ആക്ടിൽ ഉണ്ടായിരുന്നു. അതായത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളുടെ ഈ സോഫ്റ്റ്വെയർസിൻ്റെ ഉള്ളിലുള്ള ഡാറ്റ, അതായത് ഇപ്പം മുമ്പ് മാനുവലായിരുന്നു, കുറച്ച് അമെൻമെൻ്റ് ഒക്കെ കൊണ്ടുവന്നിട്ട് ഇപ്പം നിങ്ങൾ സോഫ്റ്റ്വെയറിൻ്റെ ഉള്ളിൽ, അതായത് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വരുന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലുള്ളതും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ കുറച്ചുകൂടി 2025 വന്നപ്പോൾ ഒരു പടി കൂടി മുന്നോട്ട് പോയിട്ട് ഈവൻ ദോ നമ്മളൊരു ക്ലൗഡ് സിസ്റ്റത്തിലാണ് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലും എന്താണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ്. അതല്ല, ഇപ്പൊ നമ്മളിപ്പോ ഒരു ടാലി ഉണ്ട്, അതിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചു വിചാരിക്കും, അത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ്. ഇങ്ങനെയുള്ള ഒരു ലെവലിൽ ടെക്നോളജീനെ എന്ത് ചെയ്തിട്ടുണ്ട്, അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പ്രാക്ടീഷണേഴ്സ് മാത്രമല്ല, ഇൻകം ടാക്സ് ഓഫീസേഴ്സും പഠിക്കേണ്ടി വരുമല്ലോ. GST വന്ന സമയത്ത് മേജർ ഇഷ്യൂ അതായിരുന്നു. GST ഓഫീസേഴ്സിന് ഈ സാധനം എന്താണെന്ന് വലിയ ഐഡിയ ഇല്ല. അവർ പഴയ വാറ്റ് ആക്ടിന്റെ അവരും ഹാങ് ഓവറിൽ തന്നെയാണ്. അപ്പോൾ ഒരു നോട്ടീസോ മറ്റോ വന്നു കഴിയുമ്പോൾ അവർക്ക് തോന്നിയ രീതിയിൽ അത് ഡ്രാഫ്റ്റ് ചെയ്യും, ഇത്രയും പെനാൽറ്റി അടയ്ക്കണം എന്ന് പറയും. അപ്പോൾ നമുക്കത് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇത് അടയ്ക്കാൻ നിവൃത്തിയുള്ളൂ. അതിനെ ഡിഫെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ചാലഞ്ചും കൂടി ഇവിടെ നിൽക്കുന്നുണ്ട്.
അല്ലേ? ഡെഫിനറ്റ്ലി. അതായത് നമുക്കൊരു നോട്ടീസ് വരുമ്പോൾ ഇത് എന്താ കഥ എന്നറിയണമെന്നുണ്ടെങ്കിൽ ഇത് പഠിച്ചാലല്ലേ അറിയുള്ളൂ. അപ്പൊ നമുക്ക് അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കണ്ണടച്ച് ഇത് ഇങ്ങോട്ട് ഒരു പെനാൽറ്റി വരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡിമാൻഡ് വരുന്നു, നമ്മൾ ചിലപ്പോൾ കണ്ണടച്ച് ചിലപ്പോൾ ഇത് അടയ്ക്കും. ആക്ച്വലി അത് അടയ്ക്കേണ്ടതുണ്ടോ, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ അതിന് ഡിഫറൻസ് എടുക്കാം എന്ന് പഠിച്ച് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഈസിയാണ് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. സോ നെക്സ്റ്റ് നമുക്ക് 2025 ഗൺ ടാക്സ് ആക്ടിൻ്റെ മേജറായിട്ടുള്ള ചേഞ്ചസിലേക്ക് സ്പെസിഫിക് ആയിട്ടൊന്ന് പോവാം. അതിന് മുമ്പായിട്ട് പലരും സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് 2026 ഏപ്രിൽ മുതൽ ഇത് ആപ്ലിക്കബിൾ ആവുമെന്ന് പറയുന്നു. അപ്പോൾ 2026 നമ്മളിപ്പോൾ അടുത്ത് വരാൻ പോകുന്ന ജൂൺ ജൂലൈ ആ സമയത്ത് റിട്ടേൺ ഫയലിംഗ് നടക്കുന്നത്. അവിടെ ഇത് ആപ്ലിക്കബിൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പല രീതിയിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ ഇങ്ങനെ ആൻസർ കൊടുക്കാറുണ്ട്, വാട്സപ്പിൽ ഡൗട്ട് വരുമ്പോഴൊക്കെ. അത് ഇവിടെ വെച്ചൊന്ന് സാറിൻ്റെ വയലിൽ നിന്ന് തന്നെ ഒന്ന് ക്ലിയർ ചെയ്ത് പോവാം. അത് പലരുടെയും ഒരു കൺഫ്യൂഷനാണ്. അതായത് നമ്മൾ ഏപ്രിൽ 1, 2026 തൊട്ടിട്ടാണ് നമ്മുടെ നിയമം വരുന്നത്. അത് ആക്ച്വലി 2026, 27 ഫിനാൻഷ്യൽ ഇയർ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഈ 2026 ജൂൺ ജൂലൈയിലൊക്കെ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണത് കഴിഞ്ഞ ലാസ്റ്റ് റിട്ടേൺ ആണ്. അതായത് 25-26 ഫിനാൻഷ്യൽ ഇയർ റിട്ടേൺ ആണ്. അതിൽ 1961 ആക്ട് തന്നെയാണ് അപ്ലിക്കബിൾ ആവുന്നത്. കൺഫ്യൂഷന്റെ ആവശ്യം. ഈ കൺഫ്യൂഷൻ വരുന്നത് പ്രീവിയസ് ഇയർ അസസ്മെന്റ് ഇയർ എന്ന് പറയുന്ന ആ ഒരു സംഭവം കൂടിയാണ്. പുതിയ ആക്ടിൽ അതിനൊരു സൊല്യൂഷൻ ഗവൺമെന്റ് കണ്ടെത്തിയിട്ടുണ്ട്. ടാക്സ് ഇയർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. അതിനെപ്പറ്റി ഒന്ന് അതാ ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ പുതിയ ആക്ട് കൊണ്ടുവന്നപ്പോൾ നമ്മുടെ ഈ ടാക്സ് ക്രിയേറ്റ് ചെയ്യണം, അതായത് ടാക്സ് ലോ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളുടെ മൈൻഡിൽ ഉണ്ടായിരുന്ന വൺ ഓഫ് ദ ഇതും ഒരു സിംപ്ലിഫിക്കേഷൻ ആണ്. അപ്പോൾ നമ്മൾ 1961 ആക്ടില് അസസ്മെന്റ് ഇയർ, പ്രീവിയസ് ഇയർ, പോരാത്തതിന് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞൊരു കോമൺ ടെർമിനോളജി ഉണ്ട്. അപ്പം നമ്മൾ ഇവൻ ടാക്സ് പ്രാക്ടീഷണേഴ്സിനല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഫിനാൻഷ്യൽ പ്രൊഫഷണൽസിലൊക്കെ അറിയാം നമുക്കിത് എന്താണ് പ്രീവിയസ് ഇയർ, എന്താണ് അസസ്മെന്റ്. പക്ഷെ എനിക്കൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കഥയാണ്. ഇതിന് പലപ്പോഴും നമ്മൾ പ്രാക്ടീഷണേഴ്സ് തന്നെ അസസ്മെന്റ് ഇയർ മാറി ടാക്സ് അടച്ചിട്ടുണ്ട്. ഇത് പലപ്പോഴും ക്ലയൻസ് വരുന്ന സമയത്ത് ബാങ്കിൽ നിന്ന് 25-26 ഇയറിന്റെ റിട്ടേൺ ഫയൽ ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, നമ്മളത് ഫയൽ ചെയ്ത് അക്നോളജ്മെന്റ് കൊടുക്കുന്ന സമയത്ത് സാർ ഇത് ഇയർ മാറിപ്പോയല്ലോ, അക്നോളജ്മെന്റിൽ കാണുന്ന ഇയർ, അങ്ങനെ ഒരു ഡൗട്ടും വരാറുണ്ട്. ഇനി മുതൽ അപ്പോൾ ഇത് ആക്റ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ 26-27 ഇയറിലാണ് ഇത് ആക്ടിവേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ 27-28 അസസ്മെന്റ്, ഇനി അസസ്മെന്റ് ഇയർ എന്ന് പറയാൻ പറ്റില്ല, ടാക്സ് ഇയർ മാത്രമേ പറയാൻ പറ്റൂ. 26-27 ടാക്സ് ഇയർ. അപ്പോൾ ടാക്സ് ഇയറിന്റെ റിട്ടേൺ നമ്മൾ 27-28 ഫയൽ ചെയ്യുന്ന സമയത്ത് അപ്പോൾ വരുന്ന അക്നോളജ്മെന്റിലൊക്കെ തന്നെ ടാക്സ് ഇയർ എന്നായിരിക്കും വരാൻ പോകുന്നത്, ഒരു പ്രാക്ടിക്കൽ സൈഡ് പറയുകയാണെങ്കിൽ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെയാണ് ആക്ച്വലി ഡിസൈനിൽ ചേഞ്ച് വന്നിട്ടുള്ളത്, സ്ട്രക്ചറിൽ വന്നിട്ടുള്ളത്, എങ്ങനെയാണ് സെക്ഷൻസ് റീഡിസൈൻ ചെയ്തിട്ടുള്ളത്, എന്തൊക്കെയാണ് അതിലെ മേജർ ചേഞ്ചസ് എന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ആക്ടിൻ്റെ കാര്യത്തിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് സമ്മത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന എഫക്റ്റീവ് സെക്ഷൻസ് ഉണ്ടല്ലോ, 819 എഫക്റ്റീവ് സെക്ഷൻസിന് ഏകദേശം ഇത്ര, അതായത് 536 സെക്ഷൻസ് ആക്കിയിട്ട് കുറച്ചു ശരിക്കും. പിന്നെ അടുത്തൊരു മാറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ലെങ്തി ആയിരുന്നു ഇൻകം ടാക്സ് ആക്ട് ശരിക്കും. അതായത് 5 ലക്ഷത്തിൽ കൂടുതൽ വാക്കുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഏകദേശം ഒരു 2.5 ലക്ഷം, 2.61, അതായത് ഓൾമോസ്റ്റ് ഒരു പകുതിയോളം വാക്കുകൾ കുറച്ചു എന്നർത്ഥം. അപ്പോൾ അത് തന്നെ അതൊരു ബൾക്കിനെസ് ഉണ്ടല്ലോ, മറ്റേ അമൻഡ് ചെയ്ത് ഇങ്ങനെ ബലൂൺ വീർക്കണ പോലെ വീർത്തൊരു ആക്ടാണ് ഇൻകം ടാക്സ് ആക്ട്. അത് അത്ര ബൾക്കല്ല എന്നർത്ഥം. അതിൻ്റെ മുമ്പത്തെ ആക്ടായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് അതിൻ്റെ വെയിറ്റ് കൗണ്ട് കുറഞ്ഞു, ഓൾമോസ്റ്റ് 50% അടുത്ത് തന്നെ കുറഞ്ഞു. ഇതാണ് ഒരു ചേഞ്ച് സ്ട്രക്ചറിലായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, വേറെ എന്താണ് നമുക്ക് കൂടുതൽ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ TDSൻ്റെ ഷെഡ്യൂൾസ് ആണെങ്കിലും എക്സംഷൻസ് ഡിഡക്ഷൻസ് ആണെങ്കിലും നമ്മളിപ്പോൾ EATC എന്നോ അല്ലെങ്കിൽ ഒക്കെ പറഞ്ഞ് നമ്മുടെ ഓമനയായിട്ട് കൊണ്ടു നടക്കുന്ന സെക്ഷൻസ് എല്ലാം തന്നെ ഇനി നമ്മൾ മാറ്റി പറയേണ്ടി വരും. അപ്പോൾ അതിലെന്തൊക്കെയാണ് കൂടുതൽ സ്ട്രക്ചറിൽ വന്നിട്ടുള്ള ഒരു ഡിഡക്ഷൻസോ അല്ലെങ്കിൽ എക്സംഷൻസോ അതൊക്കെ എങ്ങനെയാണ് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് ഷെഡ്യൂളുകളാക്കിയിട്ടോ എങ്ങനെയാണ് അത് വരുന്നത്? അത് വന്നിരിക്കുന്നത് ചേർത്ത്, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ TDSൻ്റെ കാര്യം തന്നെ എടുക്കാം. നമുക്ക് സെക്ഷൻ 192 അല്ലെങ്കിൽ 190ക്ക് ശേഷം അങ്ങോട്ട് തുടങ്ങിയിട്ട് 192, 193 പിന്നെ 194 അങ്ങോട്ട് തുടങ്ങാണ്. A തൊട്ട്
പിന്നെ എസ് ടി അങ്ങനെ വരെ ഉണ്ട്. അതായത് ആൽഫബറ്റിന്റെ ഒരു കളി ഉണ്ടല്ലോ. ഇതാണ് ഒക്കെ 190 ഫോർ ജെ ആണ്, എച്ച് ആണ്, ബി ആണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതുപോലെ IA ഇങ്ങനെയൊക്കെയുള്ള പലപ്പോഴും മാറിപ്പോണ ഒരു. അപ്പൊ ഇതിനെ കംപ്ലീറ്റ് അപ്പൊ അതിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ഇതിപ്പോ നമ്മൾ സെക്ഷൻ 194 എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പുറത്ത് കമ്പയർ ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും. അതായത് ഇൻകം ടാക്സ് ആക്ട് 2025 TDSന്റെ ഒരൊറ്റ സെക്ഷനേ ഉള്ളൂ, സെക്ഷൻ 393 ഒരൊറ്റ സെക്ഷനേ ഉള്ളൂ. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സെക്ഷനുകളൊക്കെ പഴയ ആക്ടിലെ സെക്ഷനുകളൊക്കെ വായിച്ചു നോക്കുമ്പോൾ ഇവിടെ ഓരോ സ്ഥലത്തും ഓരോ സീലിംഗ് ലിമിറ്റ്, അപ്ലിക്കബിലിറ്റി ഏതാണ്, ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയാണല്ലോ. അപ്പോൾ ഇതിനെ കംപ്ലീറ്റ് എന്ത് ചെയ്തു, ഒരു ടേബിൾ ആക്കിയിട്ട് അങ്ങോട്ട് മാറ്റി. എന്നിട്ട് പറയുന്നു സേ അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിളുകൾ. അപ്പോൾ വളരെ ഈസിയാണ് ഇത് ആർക്കാണ് അപ്ലിക്കബിൾ. ഇപ്പൊ കമ്മീഷൻ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ കമ്മീഷൻ എത്ര, അപ്ലിക്കബിലിറ്റി എങ്ങനെയാണ്, സീലിംഗ് ലിമിറ്റ് എത്രയാണ്, TDS റേറ്റ് എത്രയാണ്. അപ്പൊ ഇത് വളരെ ഈസിയാണ്, വായിച്ചു നോക്കാനായിട്ട് വളരെ ഈസിയാണ്. മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓരോ സ്ഥലത്തും, അതുകൊണ്ടാണ് ഈ വേർഡ് കൗണ്ട് കുറഞ്ഞത്. ഇത് ഈ പാരഗ്രാഫ് ആയിട്ട് TDS സെക്ഷൻസ് പറയുന്ന പരിപാടി നിർത്തി. ഇനി അപ്പൊ അത് കാരണം നമുക്ക് കണ്ടുപിടിക്കാനും ഈസിയാണ്. ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇത് എവിടെയാണ്. അപ്പൊ ഈ ഒരു സെയിം പാറ്റേൺ ഉണ്ടല്ലോ, ഇത് നമ്മുടെ എക്സംഷൻ ഉണ്ടല്ലോ. അതായത് സെക്ഷൻ 10 നമുക്ക് ഒരുപാട് എക്സംഷൻസ് ഉണ്ടായിരുന്നു. അഗ്രികൾച്ചർ ഇൻകം തുടങ്ങി അങ്ങോട്ട് പോകുന്ന വലിയ സാലറിയിലെ ഗ്രാറ്റുവിറ്റി അടക്കം എല്ലാം അങ്ങനെ HRA അല്ലെങ്കിൽ പ്രൊവിഡന്റ് ഫണ്ട് ഇങ്ങനെയൊക്കെ വരുന്ന ആ കംപ്ലീറ്റ് ആ എക്സംഷൻസിനെ ഇതുപോലെ തന്നെ എടുത്ത് എന്ത് ചെയ്തു, അതായത് സെക്ഷൻ 11 അല്ലെങ്കിൽ സെക്ഷൻ 12 നേരെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, അതായത് ഇങ്ങനെ കുറച്ച് ഒരു ഐറ്റംസ് ഇൻകത്തിന്റെ പാർട്ട് ആവുന്നില്ല, അതായത് എക്സംപ്റ്റഡ് ഇൻകം ആണ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഷെഡ്യൂൾ 2 തൊട്ട് ഷെഡ്യൂൾ 6 വരെ അതൊരു ലോജിക്കൽ അറേഞ്ച്മെന്റ് ആയിട്ടാണ് നടത്തിയിരിക്കുന്നത്. അതായത് ഇപ്പൊ നമുക്ക് ജനറലി എല്ലാവർക്കും അപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പൊ അഗ്രികൾച്ചർ ഇൻകം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും അപ്ലിക്കബിൾ ആവും. അപ്പൊ അതിന് ഒരു ഷെഡ്യൂൾ 2 കൊണ്ടുവന്നു. അല്ലെങ്കിൽ നമുക്കിപ്പോ ഒരു ഇൻഷുറൻസിന്റെ നമുക്കൊരു മെച്യൂരിറ്റി കിട്ടുകയാണെന്ന് വിചാരിക്കും. അപ്പൊ 10D ഉണ്ടായിരുന്ന അതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് പറയുന്നു അപ്പൊ അത് ജനറലി എല്ലാവർക്കും അപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെഡ്യൂൾ 2 കൊണ്ടുവന്നു. പിന്നെ സ്പെസിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ഇപ്പൊ ചില എലിജിബിൾ അസസ് എന്നൊക്കെ പറയുമല്ലോ, അതായത് പാർട്ണർഷിപ്പ് ഫെയിമിന്റെ അല്ലെങ്കിൽ HUF അതിന് അടുത്ത ഷെഡ്യൂള്. ഇനി NRIസിന് വേണ്ടിയിട്ട് വേറൊരു ഷെഡ്യൂള്. അപ്പൊ കുറച്ച് നമുക്ക് കാണുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ്, അതായത് നമുക്ക് കുറച്ച് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇങ്ങനെ കുറച്ച് ഇത് എനിക്ക് തോന്നുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ. അപ്പൊ ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ അവിടെ വന്നിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പോൾ പഴയ ആക്ട് വലിയ ഐഡിയ ഇല്ലാത്ത ആളുകൾക്ക് ഇപ്പോൾ ശരിക്കും ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറയാം. ഇപ്പൊ പഠിച്ചു തുടങ്ങിയാൽ എക്സ്പെർട്ട് ആവാൻ തീർച്ചയായിട്ടും സാധിക്കും. അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്, നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ ചെയ്യേണ്ടത്? അതായത് ഇപ്പോൾ പുതിയ ആക്ട് വരുന്ന സമയത്ത്, പഴയ ആക്ട് നമുക്കറിയാം പഠിച്ച് തുടങ്ങണമെങ്കിൽ തന്നെ പലരും അത് പഠിക്കാതിരിക്കുന്നത് അത് വായിച്ചു കൊടുക്കുമ്പോൾ ഉറക്കം വരുന്നതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ അതെ ഇൻകം ടാക്സ് ഫയലിംഗ് കോഴ്സ്, അതായത് പ്രാക്ടിക്കൽ ഫയലിംഗ് കോഴ്സ് നമ്മൾ കഴിഞ്ഞ് കുറച്ച് കൊല്ലങ്ങളായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എല്ലാവരും പ്രാക്ടിക്കൽ ഫയലിംഗ് നല്ല വൃത്തിയായിട്ടൊക്കെ പഠിക്കും. എന്നിട്ട് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത്, ഒരു ക്ലയൻറ്റിൻ്റെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇതെങ്ങനെ സോൾവ് ചെയ്യും, അതായത് ഏത് കാറ്റഗറിയിലാണ് ഒരു വരുന്നത് എന്ന് കറക്റ്റ് ആ സിറ്റുവേഷൻ അസസ് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു രോഗം ഡയഗ്നോസ് ചെയ്യണമല്ലോ, ആ ഒരു ഇൻഫർമേഷൻ ഇല്ലാത്തത് കൊണ്ട് പലപ്പോഴും എനിക്ക് കൺസൾട്ടേഷൻ ആയിട്ടൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ സോൾവ് ചെയ്യുന്നത് ഞാൻ പഠിച്ചിട്ടുള്ള ഇൻകം ടാക്സ് അതിൻ്റെ ബേസ് വെച്ചിട്ടാണ്. ആ ബേസിക്സ് അവർ പഠിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈ ബേസിക്സ് ആണ് നല്ല രീതിയിൽ ഇനി പഠിക്കാനുള്ള ഒരു അവസരം ഇവിടെ വന്നിരിക്കുന്നത്. എങ്ങനെയായിരിക്കണം ഇതിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ? ഇത് എക്സാമിൻ്റെ തലേ ദിവസം പഠിക്കുന്നത് പോലെ നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് 1 മാസം മുമ്പ് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം എൻ്റെ ഡിഫറെൻ്റ് ആയിരിക്കും ഈ 27 റിട്ടേൺ ഫയലിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാൻ എങ്ങനെയായിരിക്കണം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു ഡിസ്കഷനിൽ ആളുകൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും. അതായത് മുമ്പുണ്ടായിരുന്ന ആക്ട് വളരെ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവന്നു എന്നുള്ളത് സംഭവം സിംപ്ലിഫൈഡ് ആണ്. പക്ഷെ അവിടെ സ്ട്രക്ചറലായിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ സെക്ഷൻ 10 നമ്മൾ നേരത്തെ ഇപ്പോൾ എംപ്ലോയീസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ പ്രൊവിഡന്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, ഇതൊക്കെ മുമ്പ് എക്സംപ്റ്റഡ് ഇൻകം ആയിരുന്നല്ലോ. അതായത് നമ്മളത് കാണിച്ചാലും കാണിച്ചില്ലെങ്കിലും, കാണിക്കണം എന്നാണ്, പക്ഷെ പലരും കാണിച്ചില്ലെങ്കിലും ഇൻ കേസ് കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അതിന് ടാക്സ് വരുന്നില്ല. അതായത് അവരുടെ ഫോം 16 ഇത് റിഫ്ലക്ട് ചെയ്യില്ല എന്നർത്ഥം, എക്സംപ്റ്റഡ് ആണല്ലോ. പക്ഷേ കാര്യമായിട്ടുള്ളൊരു ചേഞ്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 2025 വന്നപ്പോൾ ഇതൊന്നും എക്സംപ്റ്റഡ് അല്ല.
ഇതൊക്കെ ഒരു ഡിഡക്ഷന്റെ പാർട്ടായിട്ട് മാറിയത്. അപ്പൊ ഇങ്ങനെയുള്ള ഇടിവെട്ടുകൾ ഉണ്ടല്ലോ നമുക്കിതിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാം നമ്മളിങ്ങനെ ആക്ട് വായിച്ചു നോക്കുമ്പോൾ. അതായത് നമ്മൾ മുമ്പ് പരിചയിച്ച പോലെയല്ല ഇവിടെ കാര്യങ്ങൾ ഇവിടെ പ്രസന്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെ കുറച്ച് സ്ട്രക്ചറൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഞാൻ ഇതിന്റെ പ്രാക്ടിക്കൽ ആസ്പെക്ട് കൂടി ഒന്ന് പറഞ്ഞു പോകാം അതില്. അതായത് നമ്മൾ എക്സംഷൻ മാറി ഡിഡക്ഷനിലേക്ക് വരുന്ന സമയത്ത് പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ റിട്ടേൺ ഫയലിംഗിൽ ഗ്രോസ് ആയിരിക്കും വരുന്നത് അല്ലേ, ഐ മീൻ ഗ്രോസ് സാലറി ആയിരിക്കും വരുന്നത്. നമ്മളൊരു എക്സംഷൻ അല്ലെങ്കിൽ ഡിഡക്ഷൻ കൊടുത്താൽ മാത്രമാണ് നമുക്ക് ടാക്സബിൾ എമൗണ്ടിലേക്ക് വരുന്നത്. ആ ഒരു ചേഞ്ച് അവിടെ വരും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ അത്യാവശ്യം നല്ലൊരു സാലറിഡ് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഗ്രാറ്റുവിറ്റിയോ PF ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1 കോടി രൂപ എടുത്ത് കിട്ടിയിരിക്കും റിട്ടയർമെന്റിന്റെ ഇയറിൽ. ചിലപ്പോൾ ആ വർഷത്തെ ആളുടെ സാലറി 5 ലക്ഷം ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 2-3 മാസം ആൾ വർക്ക് ചെയ്തിട്ടുണ്ടാവുള്ളൂ. പക്ഷെ 1 കോടി രൂപ എടുത്ത് എന്തുണ്ടായിരിക്കും ആൾക്ക് റിട്ടയർമെന്റ് ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇനി മുമ്പ് ഫയൽ ചെയ്യുമ്പോൾ 5 ലക്ഷം കാണിച്ചാലും വലിയ വിരോധമില്ല, പ്രശ്നമൊന്നുമില്ല. ഫോം 16 നേരെ കയറ്റിയിട്ട് 500 രൂപീസിനൊക്കെ റിട്ടേൺ ഫയൽ ചെയ്ത് കൊടുക്കുന്ന ടീമിൽ നേരെ ഫോം 16 എടുത്തിടുന്നു, നേരെ എന്താ പറയുക EVC വെരിഫൈ ചെയ്യുന്നു, പോകുന്നു. ആ പരിപാടി ഇനി നടക്കില്ല. ഇനി ഇത് നോക്കണം ആക്ട് അനുസരിച്ച് എങ്ങനെയാണ് അത് ചേഞ്ച് വന്നിരിക്കുന്നത്, അതിന്റെ സ്ട്രക്ചർ എല്ലാം പ്രോപ്പറായിട്ട് പഠിച്ചാൽ മാത്രമേ ഇനി ഫയൽ ചെയ്യാൻ പറ്റൂ 27-ല്. അതായത് നമ്മള് 1 crore തുടങ്ങണം എന്നർത്ഥം. എന്നിട്ട് കുറച്ച് വന്നിട്ട് വേണം ഈ 5 lakhsലേക്ക് എത്താനായിട്ട് നടത്തും. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ചേഞ്ചസ് ഉണ്ട്, നമ്മളങ്ങനെ എക്സ്പെക്ട് ചെയ്യാത്ത ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് ഇതില്. അപ്പൊ അത് നമ്മള് എനിക്ക് തോന്നുന്നു നേരത്തെ ശരത്ത് പറഞ്ഞ പോലെ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സംഭവമാണ്. അതായത് വളരെ കുറച്ചും കൂടി ഒരു ക്ലീൻ സ്ലൈറ്റിൽ നമ്മൾ പഠിക്കണ പോലെ കുറച്ചും കൂടി ഈസിയാണ്. നമുക്കിപ്പോ മുൻപത്തെ ആക്ട് അറിഞ്ഞാലും അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അറിയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഈസിയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഇനി അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ അതിന്റെ സ്ട്രക്ചറൽ ഒരു സ്റ്റഡി പ്ലാൻ സാർ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അത് അപ്രോച്ച് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഒരാൾ പഠിച്ച് തുടങ്ങുമ്പോൾ എത്ര ടൈം മാറ്റി വയ്ക്കണം, എങ്ങനെ അതിനു വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യണം? എനിക്ക് തോന്നുന്നത് നമുക്കൊരു ആക്ട് പഠിക്കുമ്പോൾ ചാപ്റ്റർ വൈസ് ആയിട്ട് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യണതായിരിക്കും അതിന്റെ നല്ലത്. മനസ്സിലായത് ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രാക്ടീഷണർ ലെവലിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇൻകം ടാക്സ് ആക്ട് ഇപ്പോൾ നമ്മളിപ്പോൾ സെക്ഷൻ 1 തൊട്ട് 536 വരെ എടുക്കുമ്പോൾ ഇതിൽ ചില കേസുകളൊന്നും ഇപ്പോൾ ഒരു സ്മോൾ ആൻഡ് മീഡിയം പ്രാക്ടീഷണർ ലെവലിൽ അപ്ലിക്കബിൾ അല്ലാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ വരാം. ഇപ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ അല്ലെങ്കിൽ ബിസിനസ് ട്രസ്റ്റിന്റെ പ്രൊവിഷൻസ് ഇതൊന്നും അങ്ങനെ നമുക്ക് ഇവിടെ അപ്ലിക്കബിൾ അല്ല. അപ്പോൾ നമ്മളത് പഠിക്കുമ്പോൾ ആ ഒരു ഫ്ലോയിലുണ്ടല്ലോ നമുക്ക് ഏതാണോ അപ്ലിക്കബിൾ ആയിട്ടുള്ളത് അത് കുറച്ച് ഡീപ്പായിട്ട് പഠിക്കുക. അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഇത്രയധികം ഇനി അത് ആപ്ലിക്കബിലിറ്റി വരികയാണെങ്കിൽ ഞാനതിൽ വർക്ക് ആൾക്ക് വരികയാണെങ്കിൽ മാത്രം ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യാം. അങ്ങനത്തെ ഒരു ആംഗിളിലേക്ക് പോകുന്നതായിരിക്കും. 2025 ഇൻകം ടാക്സ് ആയിട്ട് പഠിക്കാനായിട്ട് സാറ് ഓർഗനൈസ് ചെയ്യുന്ന ക്ലാസ്സസിനെ പറ്റി ഒരു പുതിയ കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അതിനെപ്പറ്റി ഒന്ന് ഷോർട്ടായിട്ട് പറയാം. എങ്ങനെയാണ് സാർ ഇത് പ്ലാൻ ചെയ്യുന്നത്, എങ്ങനെയാണത് ജോയിൻ ചെയ്യുന്നവർക്ക് ബെനിഫിഷ്യൽ ആവുന്നത്, എന്താണ് അഡീഷണൽ ബോണസ് ആയിട്ട് സാർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ശരത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ലൊരു ചേഞ്ച് ആണ് വരുന്നത്. അപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ചേഞ്ച് വരുമ്പോൾ ഇതിന് നേരത്തെ അഡോപ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ആ ഒരു മൈലേജ് കിട്ടും നടത്താം. അപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ തുടങ്ങി. അപ്പോൾ അത് കാരണം തന്നെ നമുക്ക് നേരത്തെ പഠിക്കാം എന്നുള്ളതാണ്. നേരത്തെ പഠിക്കുന്ന ആളുകളാണ് ഇവിടെ സർവൈവ് ചെയ്യുള്ളൂ. അപ്പോൾ അത് കാരണം തന്നെ നമ്മളൊരു ഇതിൻ്റെ ഇൻകം ടാക്സ് ആക്ടിൻ്റെ ഒരു ലൈവ് സെഷൻ ക്ലാസ്സസ് ഉണ്ടല്ലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജനുവരി ലാസ്റ്റോട് കൂടിയിട്ട് January 28 ഇതിന്റെ ഫസ്റ്റ് സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് വീക്കിലി ക്ലാസ്സസ് ആയിരിക്കും. സാധാരണ ലൈവ് ആയിട്ട് വീക്കിലി നമ്മൾ എവറി വെനസ്ഡേ ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഒരു 1.5 hour to 2 ചിലപ്പോൾ 2.5 hour അതായത് നമ്മൾ അന്നത്തെ ഒരു സെഷന്റെ ലെങ്ത് പോലെ ഇങ്ങോട്ട് പോകും. അങ്ങനെ നമ്മളൊരു അപ് ടു ഒരു ഏപ്രിൽ വരെയൊക്കെ ക്ലാസ്സസ് എല്ലാ വീക്കിലി ക്ലാസ്സസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഇപ്പോൾ ആരെങ്കിലും ഒരാൾ ഒരു വീക്കിലി ക്ലാസ് മിസ് ആവുകയാണെങ്കിൽ തന്നെ അതിന്റെ റെക്കോർഡ്സും നമുക്ക് അവൈലബിൾ ആണ്. അത് റെക്കോർഡ് ക്ലാസ്സസ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. ക്ലാസ് കഴിഞ്ഞ് ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ ഒരു ദിവസത്തെ ക്ലാസ് കാണാൻ പറ്റില്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ അന്നത്തെ ക്ലാസ് കഴിഞ്ഞ് അന്നത്തെ റെക്കോർഡ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യും. വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് ലൈഫ് ടൈം അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മളങ്ങനെ പ്രത്യേകിച്ച് ഒരു റെസ്ട്രിക്ഷൻ കൊടുക്കണമെന്നില്ല. 1 മാസം അല്ലാന്നുണ്ടെങ്കിൽ 2 മാസം ലൈഫ് ടൈം അവർക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും. ഇപ്പൊ ചില പ്രൊവിഷൻസ് ഒക്കെ ചില ആളുകൾക്ക് ചിലപ്പോൾ 1-2 പ്രാവശ്യമൊക്കെ കണ്ടാൽ മനസ്സിലാവുള്ളൂ. പ്രാക്ടീസിന്റെ ടൈമിൽ ഡൗട്ട് വരികയാണെങ്കിൽ അത് രണ്ടാമത് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവർക്ക് ലൈഫ് ടൈം ആക്സസ് ഉണ്ട് നടത്താൻ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് ഇപ്പോൾ ശരത്തിനും അറിയാം, നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരുപാട് സെഷൻസും ക്ലാസ്സസും കോഴ്സസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, വർക്ക്ഷോപ്പുകളൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്.
അപ്പം നമ്മൾ അതിൻ്റെ ഇതുവരെ നമ്മൾ ഈ AI ആയിട്ട് റിലേറ്റഡ് ആയിട്ട് AI ഫോർ അക്കൗണ്ടൻസ് ഉണ്ടല്ലോ, അതായിട്ട് റിലേറ്റഡ് ആയിട്ട് ചെയ്തിട്ടുള്ള എല്ലാ കോഴ്സുകളും എല്ലാ വർക്ക്ഷോപ്പുകളും അതിന്റെ, അതായത് ഇപ്പൊ നമ്മളൊരു ബേസിക് കോഴ്സ് ചെയ്തിട്ടുണ്ട്, ഒരു അഡ്വാൻസ്ഡ് കോഴ്സ് ഫോർ അക്കൗണ്ടൻസ് ചെയ്തിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വർക്ക്ഷോപ്പുകൾ ഒരുപാട് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മുടെ ഇൻകം ടാക്സ് കോഴ്സിന് ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഇതും കൂടി ഞാൻ അത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാലേ, നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലേ നമ്മുടെ ഒരു ടൈമിന് നമ്മൾ സേവ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നുണ്ടല്ലോ, ഭയങ്കര വലിയൊരു ടൈമാണ് നമ്മൾ സേവ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ 2-3 ആഴ്ചക്ക് എടുത്ത് ചെയ്ത കാര്യം നമ്മളിവിടെ ഒരു അരമണിക്കൂറിനോടൊക്കെ നമുക്ക് അത്ര പെർഫെക്ഷൻ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും ഞാനത് എക്സ്പീരിയൻസ് ചെയ്ത കാരണം എനിക്ക് തോന്നുന്നത് ബാക്കിയുള്ള ആൾക്കാരും കൂടി അത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമയം നമുക്ക് സേവ് ചെയ്യാം. ഇപ്പോഴും അത് നല്ല രീതിയിൽ ഉപയോഗിക്കാത്ത ചെറിയ ഇമെയിൽ ഡ്രാഫ്റ്റിങ്ങിനോ കാര്യങ്ങളൊക്കെ മാത്രം യൂസ് ചെയ്യുന്ന പല അക്കൗണ്ടൻസും പ്രാക്ടീഷണേഴ്സും ഉണ്ട്. ഒന്ന് ലാസ്റ്റ് മന്തിൽ ഞാൻ ഒരു അപ്പീൽ ഫയൽ ചെയ്തു, മേജർ കേസ് ലോ റിസർച്ചും കാര്യങ്ങളെല്ലാം ചെയ്ത് യൂസ് ചെയ്തിട്ടാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു അപ്പീൽ പ്രിപ്പയർ ചെയ്യണം, അതിന് ഡ്രാഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മേ ബി ഡേയ്സ് അതിനു വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. ഓരോ നമ്മൾ ആലോചിച്ച് എഴുതണം, അത് ദെൻ ടൈപ്പ് ചെയ്യണം, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യേണ്ടി വരും. കേസ് ലോ തന്നെ റിസർച്ച് ചെയ്യാനായിട്ട് നമ്മൾ സെർച്ച് എഞ്ചിൻ യൂസ് ചെയ്ത് ഇന്ത്യൻ കാനോണിലുള്ള വെബ്സൈറ്റുകളിൽ പോയിട്ട് ഓരോന്നെടുത്ത് ചെക്ക് ചെയ്ത് ഇതെല്ലാം നമുക്ക് AI ഉപയോഗിച്ചപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. സാർ ഈ കേസിൽ വളരെ ഏർലി മൂവ് ചെയ്ത യൂട്യൂബറും കൂടിയാണ്. സുനിൽ ചായ ഉണ്ടാക്കുന്ന വരെ AI യൂസ് ചെയ്തിട്ടാണ്. അപ്പോ ഇവൻ അല്ല, ഞാനത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, നമുക്കൊരു ചേഞ്ച് വരുമ്പോ ആരാണോ അത് നേരത്തെ അഡോപ്റ്റ് ചെയ്യുന്നത് അവർക്ക് അതിന്റെ ഒരു മൈലേജ് കിട്ടുമെന്ന് പറയാം. ഇപ്പൊ AI ആവട്ടെ, GST ആവട്ടെ, ഇൻകം ടാക്സ് ആവട്ടെ, എന്ത് തന്നെയായാലും നാടോടുമ്പോ നടുവുകൾക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. അപ്പൊ നമ്മള് പറഞ്ഞു വന്നപ്പോ AIയുടെ കോഴ്സ് നമ്മൾ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു വാല്യൂ ആഡഡ് ആയിട്ട് ഞാൻ ചെയ്തേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലാസ്റ്റ് ഇയർ ഇൻകം ടാക്സ് റിട്ടേൺസിന്റെ ഫയലിംഗിന്റെ സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു ടാക്സ് ടോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. കുറച്ച് ഒരു കമ്മ്യൂണിറ്റി ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ മിക്കവാറും റിട്ടേൺ ഫയലിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അത് ഓൾമോസ്റ്റ് ഒരു 7-8 മോർ ദാൻ 8 സെഷൻസുകൾ ഉണ്ടായിരുന്നു. ഫ്രം ജൂലൈ ടു സെപ്റ്റംബർ വരെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ റെക്കോർഡ്സും അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് ഇതിന്റെ കൂടെ തന്നെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. 28 തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ക്ലാസ്സസ്. അതും ബെനിഫിഷ്യൽ ആയിരിക്കും. കാരണം 2026 ഫയലിംഗ് നടക്കാൻ പോകുന്നത് പഴയ ആക്ടിവിറ്റി തന്നെയാണ്. അപ്പോൾ അതിലെ ഡൗട്ട്സും ഇവിടെ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി പ്രാക്ടിക്കൽ ഫയലിംഗ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നുള്ളവർക്ക് ITR 1 മുതൽ 4 വരെ ഡീറ്റെയിൽ പഠിക്കണം എന്നുള്ളവർക്ക് നമ്മുടെ മിസ്റ്റർ ഫോക്സിന്റെ കോഴ്സ് അവൈലബിൾ ആണ്. ഇതിന്റെ കൂടെ തന്നെ ഫോം ഫയലിംഗ് ആയി ബന്ധപ്പെട്ട പ്രാക്ടിക്കലായിട്ട് സൈറ്റിൽ എങ്ങനെ കയറി ചെയ്യണം അങ്ങനെയുള്ളതിന് അത് ഓൾറെഡി ജൂൺ ജൂലൈക്ക് മുമ്പായിട്ട് തന്നെ നമ്മൾ റിലീസ് ചെയ്യുന്നതായിരിക്കും. അത് സാറിൻ്റെ കോഴ്സിൻ്റെ കൂടെയല്ല, സെപ്പറേറ്റ് ആയിട്ട് തന്നെ അവൈലബിൾ ആയിരിക്കും. താല്പര്യമുള്ളവർക്ക് അത് ജോയിൻ ചെയ്യാവുന്നതാണ്. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. സാറിൻ്റെ കോഴ്സ് ജോയിൻ ചെയ്യാനുള്ള എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് വരുന്നത്? നമ്മളതിന് ഒരു മെമ്പർഷിപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഒരു 6,000 rupees ആണ് അതിൻ്റെ ഒരു മെമ്പർഷിപ്പ് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ജോയിൻ ചെയ്യുന്ന കുറച്ച് പേർക്ക്, ഒരു 100 ആളുകൾക്ക് നമ്മളൊരു ഒരു വെൽക്കം ഓഫർ പോലെ, അതായത് നേരത്തെ ഒരു ഡിസിഷൻ നേരത്തെ എടുത്ത ആളുകൾക്ക് ഒരു ഓഫർ പോലെ നമ്മളൊരു 2,999 എന്നുള്ളൊരു ഓഫർ പ്രൈസിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് അത് ഫിൽ ആവാറായിട്ടുണ്ട്. എന്നാലും 2,999 എന്നുള്ളൊരു പ്രൈസിൽ ജോയിൻ ചെയ്യാം. ആദ്യം 100 പേർക്ക് മാത്രം. ആദ്യത്തെ 100 പേർക്ക്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്, ഫസ്റ്റ് പിൻ കമൻറ്റിലും. അതുപോലെ തന്നെ സാറിൻ്റെ വാട്സപ്പ് നമ്പർ, ഓഫീസിന് വാട്സപ്പ് നമ്പർ കൊടുക്കുന്നതാണ്. അതിലൊന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം ജോയിൻ ചെയ്യാവുന്നതാണ്. Okay, so thank you Subin sir for a very detailed session. Income Tax 2025 ആക്ട് വരുമ്പോൾ എന്തുകൊണ്ടാണ് പുതിയ ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് പുതിയ ചേഞ്ചസ് വരുന്നത്, എങ്ങനെയാണ് അതിന് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിനൊരു സൊല്യൂഷനും സാർ തന്നെ മുമ്പോട്ട് വെച്ച് പുതിയൊരു ഡീറ്റെയിൽഡ് കോഴ്സ് സാർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക്സും കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് ജോയിൻ ചെയ്യണമെന്നെല്ലാം തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയാനാണെങ്കിൽ, ഒരു കൺക്ലൂസീവ് റിമാർക്കായിട്ട് പറയാനാണെങ്കിൽ, എങ്ങനെയാണ് സാർ ഈ ചേഞ്ചിനെ കാണുന്നത് ഇൻ എ ഫ്യൂ വേർഡ്സ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനിതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത്. പ്രാക്ടീഷണേഴ്സിനും അതുപോലെ തന്നെ നമ്മളുടെ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ എല്ലാ ചലഞ്ചിനും ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു രസം ഇരിക്കുന്നത്. നല്ല ഒരു ചേഞ്ചാണ്. അതിനെല്ലാവരും ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാം. നേരത്തെ തന്നെ പഠിക്കുക, നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, എക്സ്പെർട്ടൈസ് ആവുക എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. പിന്നെ വളരെ നല്ല ചേഞ്ചാണ്. നമ്മൾ കമ്പയർ ടു 1961 ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു പുതിയ വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ്. നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ തുടങ്ങാനായിട്ടും സാധിക്കും. ഓക്കെ, താങ്ക് യു സർ ഫോർ എ വണ്ടർഫുൾ സെഷൻ. ഓക്കെ, താങ്ക് യു സർ.